നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയായിരുന്നല്ലോ നമ്മുടെ കേരളം അല്ലെങ്കിൽ നാളുകളായി കാത്തിരുന്ന തൃശ്ശൂർ പൂരം അരങ്ങേറിയത്. അപ്പോൾ കേരളം തന്നെയല്ല, ഇന്ത്യയിൽ നിന്നല്ല, വിദേശത്തു നിന്ന് പോലും ടൂറിസ്റ്റുകൾ വലിയ രീതിയിൽ എത്തപ്പെടുന്ന നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക വിശിഷ്ട ഉത്സവം തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ പൂരം. അപ്പോൾ ഈ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ആഴ്ച നടന്ന സമയത്ത് അത് മാന്യമായ രീതിയിൽ അങ്ങോട്ട് കലങ്ങി മറിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ കണ്ടു. വളരെ വിഷമകരമായ ഒരവസ്ഥയാണ് അന്ന് അവിടെ നടന്നത്. അപ്പോൾ എന്തു തന്നെയായാലും നമ്മുടെ സുരേഷ് ഗോപിയാണ് ആ സമയത്ത് മറ്റാരേക്കാൾ മുന്നിൽ അവിടെ ഓടി വരികയും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അവിടെ കാര്യങ്ങളൊക്കെ ഒരുവിധം നല്ല രീതിയിൽ നടന്ന് പോയത്. അപ്പോൾ അവിടെ പല കാര്യങ്ങളും മുടങ്ങി, സമയം തെറ്റി തന്നെയാണ് നടന്നത്. പൂരം സാധാരണ രാത്രിയിൽ നടക്കേണ്ട പൂരം നേരം വെളുത്തതാണ്ട് 8 മണിയെങ്ങാണ്ടായ സമയത്താണ് തുടങ്ങിയത്. അങ്ങനെ നടന്നുവെങ്കിൽ തന്നെയും പൂരം ഒരു അങ്ങനെയൊക്കെ അങ്ങ് നടന്നു എന്നേ ഉള്ളൂ. കലങ്ങി മറിഞ്ഞ ഒരു സംഭവം എങ്ങനെയൊക്കെ അങ്ങ് നടന്നു പോയി, അത്രേ ഉള്ളൂ. എന്തു തന്നെ ആയാലും ഇത് നമ്മുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് എല്ലാവർക്കും തന്നെ ഒരു ഭയങ്കര വെല്ലുവിളി ആണിത് ഉയർത്തിയത്. കാരണം നമ്മുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയാലും മറ്റേ അടുത്ത സ്ഥാനാർത്ഥി ആയാലും അവരെക്കാൾ ഒക്കെ മുന്നിലേക്ക് നമ്മുടെ സുരേഷ് ഗോപി ആണ് അന്ന് അവിടെ നിറഞ്ഞ് ആടിയത്. അപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് സുരേഷ് ഗോപിക്ക് എത്രമാത്രം സ്ഥാനമുണ്ടായിരുന്നോ അതിനേക്കാളൊക്കെ ഇരട്ടി അവർക്ക് ഒരു സ്ഥാനം കൊടുക്കാൻ ഈ ഒരു സംഭവത്തിലൂടെ കഴിഞ്ഞു. കാരണം യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂർ പൂരം മുടങ്ങിയത് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിക്ക് അവിടെ ജയിച്ചു കയറാനുള്ള ഒരു ഭാഗ്യം, അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് മാത്രമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഒരു ത്രികോണ മത്സരം ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. കാരണം അവിടെ 3 സ്ഥാനാർത്ഥികളിൽ ആര് ജയിക്കുമെന്ന് ആർക്കും തന്നെ കൃത്യമായി പറയാനാവാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഈ സംഭവം കഴിഞ്ഞതോടുകൂടി നമ്മുടെ ഇടത് സ്ഥാനാർത്ഥി 3ാം നിരയിലേക്ക് തന്നെ പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റ് 2 പേരും മുൻനിരയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയുടെ ഒരു ഭാഗ്യം, അദ്ദേഹം ജയിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഉറച്ച് വിശ്വസിക്കാൻ സാധിക്കുന്നു. എന്ത് തന്നെ ആയാലും ഇനിയിപ്പോൾ 1-2 ദിവസം തന്നെയല്ലേ ഉള്ളൂ വോട്ടിന്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വോട്ടെണ്ണുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഈ വോട്ടെണ്ണുന്ന ദിവസം നമുക്കറിയാം ആരായിരിക്കും അവിടെ ജയിച്ച് വന്നത് എന്നുള്ളത്. തൃശ്ശൂർ പൂരം നമ്മുടെ സുരേഷ് ഗോപിയെ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വോട്ടെണ്ണുന്ന ദിവസം അറിയാം സുരേഷ് ഗോപിയെ തൃശ്ശൂർ പൂരം സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ.